നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. അപ്പോൾ ഇത്തവണത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത് ഇൻഫീരിയർ ആൽവിലർ നെർവ്, അതായത് വിസ്ഡം ടൂത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു നെർവ് ഉണ്ട്. ഈ നെർവും ഈ പല്ലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഒട്ടനവധി പേർക്ക് ഈ വിസ്ഡം ടൂത്തിന് പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അതായത് വിസ്ഡം ടൂത്ത് എന്ന് പറയുന്ന മൂന്നാമത്തെ കട്ടപ്പല്ല്, താഴെ അറ്റത്തുള്ള മൂന്നാമത്തെ കട്ടപ്പല്ലാണ് വിസ്ഡം ടൂത്ത്. അപ്പോൾ ഈ വിസ്ഡം ടൂത്ത് പലപ്പോഴും പൊസിഷൻ തെറ്റി വന്ന് ഇത് ചരിഞ്ഞോ വളഞ്ഞോ കമഴ്ന്നോ ഒക്കെ കിടക്കുന്നത് കാണാം. അപ്പോൾ ഇത് നേരെ വരാത്തത് പലപ്പോഴും ഇതിന് പുറത്തേക്ക് വരാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചരിഞ്ഞ് കിടക്കുന്ന പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടി അതിൽ ബാക്ടീരിയ കോളനൈസ് ചെയ്ത് അതിൽ നിന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് പലപ്പോഴും വിസ്ഡം ടൂത്ത് സംബന്ധിച്ച് പലർക്കും വേദനയും പ്രശ്നങ്ങളും ഒക്കെ വന്ന് നീര് വെച്ച് ഡോക്ടറെ അടുത്ത് ചെന്ന് ആൻറ്റിബയോട്ടിക് കഴിച്ച് സർജറി ചെയ്ത് അത് എടുക്കേണ്ടി വരാറുള്ളത്. ഇനി ഈ സർജറിക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ നോക്കാറുണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് ഈ ഞരമ്പിൻ്റെ കാര്യം. അതായത് ഈ വിസ്ഡം ടൂത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഇൻഫീരിയർ ആൽവിലർ നെർവ് എന്ന് പറഞ്ഞിട്ടൊരു നെർവ് ഇങ്ങനെ വരുന്നുണ്ട്. തലയൊട്ടിയിൽ നിന്ന് ഒരു ഫൊറാമൻ വഴി ഇറങ്ങി എല്ലിൻ്റെ ഉള്ളിലൂടെ കീഴ്ത്താടി എല്ലിലേക്ക് എൻ്റർ ചെയ്ത് അത് ബാക്കിലൂടെ ഇങ്ങനെ വന്ന് പല്ലുകളുടെ അടിയിലൂടെ അതിങ്ങനെ വന്ന് ഇവിടെ വന്നൊരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നു രണ്ട് സൈഡിലും. അപ്പോൾ ഈ ഇൻഫീരിയർ ആൽവിലർ നെർവും ഈ പല്ലിൻ്റെ റൂട്ടും തമ്മിൽ വളരെ അടുത്ത ഒരു അവസ്ഥയിലാണ് ഈ ഭാഗത്ത് ഉണ്ടാവാറ് പലപ്പോഴും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചില സമയത്ത് ഈ വിസ്ഡം ടൂത്തിൻ്റെ പൊസിഷൻ അൺഫേവറബിൾ ആയിട്ട് നിൽക്കും. നെർവ് സംബന്ധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും ഈ നെർവ് വന്നിട്ട് വിസ്ഡം ടൂത്തിൻ്റെ റൂട്ടിൻ്റെ ചുറ്റും വന്ന് ലൂപ്പ് ചെയ്തിട്ടായിരിക്കും പോവുക. അല്ലെങ്കിൽ ചില സമയത്ത് ഈ വേരുകളുടെ ഇടയിൽ കൂടെ ഈ നെർവ് പോവാം. പല പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ളപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇത് സർജറി ചെയ്ത് എടുക്കുന്ന സമയത്ത് ഈ നെർവിനൊരു ഇഞ്ചുറി വരും, അതിനൊരു ക്ഷതം സംഭവിക്കും. അതോടുകൂടി ഈ നെർവാണ് നമ്മുടെ ചുണ്ടിനൊക്കെ സെൻസേഷൻ കൊടുക്കുന്നത്. ഈ ചുണ്ടിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നതൊക്കെ ഈ നെർവ് കാരണമാണ്. അപ്പോൾ ഈ നെർവിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചുണ്ടിലുള്ള സെൻസേഷൻ നഷ്ടപ്പെടും. ഒന്നുകിൽ നഷ്ടപ്പെടാം, ഇല്ലെങ്കിൽ ഒരു ഓൾട്ടേർഡ് സെൻസേഷൻ, പാരാസ്തീസിയ എന്ന് പറയും. അതായത് നമ്മുടെ നോർമൽ സെൻസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സെൻസേഷൻ ഇതും വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരു വിസ്ഡം ടൂത്ത് എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം ഡോക്ടർമാർ ചെയ്യുന്നത് എന്താ, സാധാരണ എക്സ്റേ അല്ല, ഓർത്തോ പാൻറ്റമോഗ്രാം എന്ന് പറയുന്നൊരു എക്സ്റേ ആണ് എടുക്കുക. അതായത് ഫുൾ മൗത്ത് എക്സ്റേ. ഈ ഫുൾ മൗത്ത് എക്സ്റേയിൽ മാത്രമേ നമുക്ക് ഈ നെർവിൻ്റെ പൊസിഷൻ നമുക്ക് നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നെർവിൻ്റെ പൊസിഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നെർവ് വളരെ ചേർന്ന് പല്ലിനോട് ചേർന്ന് കിടക്കുന്നതെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, ഒരു 3D സ്കാൻ എടുക്കും. CBCT എന്ന് പറഞ്ഞിട്ട് 3D സ്കാൻ എടുക്കുമ്പോൾ നമ്മൾ ആ പല്ലിന് ചുറ്റും ലിറ്ററലി നമുക്ക് നടന്ന് കാണാൻ പറ്റും. ചുറ്റും നടന്ന് നോക്കി ആ നെർവിൻ്റെ പൊസിഷനും കൂടെ അസസ് ചെയ്ത് നെർവ് എത്രത്തോളം ദൂരെയാണ് റൂട്ടിൽ നിന്നും, അതോ റൂട്ടിനോട് ചേർന്ന് കിടക്കുകയാണോ, അതോ റൂട്ടിലൂടെ തന്നെയാണോ അത് പോകുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അസസ് ചെയ്യാൻ സാധിക്കും. ഇത് അസസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ പല്ലെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഈ റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന നെർവ് ഉള്ള അവസ്ഥയിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നെർവിന് അപകടം സംഭവിക്കാം. ഇനി എന്താണ് നമ്മൾ ചെയ്യുക? ഇപ്പോൾ റൂട്ടും നെർവും തമ്മിൽ വളരെയധികം ചേർന്ന് കിടക്കുകയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൊറോണക്ടമി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്യുക. അതായത് പല്ല് മുഴുവനായിട്ട് എടുക്കില്ല, പല്ലിൻ്റെ ആ പുറത്തേക്കുള്ള ഭാഗം, അതായത് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്ന ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ബാക്കി പല്ലിൻ്റെ ഭാഗം എല്ലാം തന്നെ എല്ലിൻ്റെ അടിയിൽ സബ്മേഴ്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് നിർത്തും. എന്നിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഈ റൂട്ട് ഫ്രാഗ്മെൻ്റ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് നെർവിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നുമില്ല, ഇത് സേഫ് ആവുകയും ചെയ്യും. വളരെ അപൂർവം കേസസിൽ ഇതിൽ ഇൻഫെക്ഷൻ വരാം. അങ്ങനെ വരുമ്പോൾ നമുക്കത് വേറൊരു സർജറിയിലൂടെ നമുക്കത് ആവശ്യമെങ്കിൽ എടുത്തു കളയാം. എൻ്റെ ഈ 30 വർഷത്തെ അനുഭവത്തിൽ ഒട്ടനവധി ആയിരക്കണക്കിന് വിസ്ഡം ടൂത്ത് സർജറി ചെയ്തിട്ടുള്ളതിൽ
നമുക്ക് വളരെ ചുരുക്കം ചില കേസസിൽ മാത്രമേ ഈ വിട്ടിട്ടുണ്ടെങ്കിൽ റൂട്ട് ഫ്രാഗ്മെൻറ്റ് വിട്ടിട്ടുള്ള അവസ്ഥയിൽ അത് പ്രശ്നം ഉണ്ടാക്കി കണ്ടിട്ടുള്ളത് വളരെ അപൂർവമാണ്. അപ്പോൾ ഈ കൊറോണക്ടമി എന്നുള്ളൊരു പ്രൊസീജിയർ ആണ് നമ്മൾ പലപ്പോഴും ചെയ്യാറ് നെർവ് ചേർന്ന് കിടക്കുമ്പോൾ. ഇനി അങ്ങനെയുള്ളപ്പോൾ ചില സമയത്ത് ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ റൂട്ട് ഫ്രാഗ്മെൻറ്റ് നമ്മൾ വിട്ടിട്ടുള്ള ഫ്രാഗ്മെൻറ്റ് തന്നെത്താൻ അത് നെർവിന്ന് ഡിസെൻറ്റാങ്കിൾ ചെയ്ത് വിട്ട് തന്നെത്താൻ പുറത്തേക്ക് തള്ളി വരും. അങ്ങനെ വരുമ്പോൾ നമുക്കത് എടുത്ത് കളയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതല്ലാത്ത സമയത്ത് പലപ്പോഴും ഇത് ലോക്ക്ഡായിട്ട് എല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഈ നെർവിൻ്റെ പ്രാധാന്യം, നെർവ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, വിസ്ഡം ടൂത്ത് എടുക്കുന്ന സമയത്ത് നെർവ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഉള്ള ഒരു പിക്ടോറിയൽ പോലെ ഒരു പ്രോഗ്രാം കൂടെ നമ്മൾ അടുത്ത് തന്നെ നടത്തുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക, നമ്മൾ ഉത്തരം തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.